ഹായ് ഗൈസ്, അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. എന്റെ ചാനലില് ഞാൻ വർഷങ്ങൾക്ക് മുമ്പാണ്, ഏകദേശം കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷങ്ങൾക്ക് മുമ്പ് ഒമാനിൽ വന്ന് ഞാൻ എൻ്റെ പ്രവാസ ജീവിതത്തിന്റെ ആദ്യ ദിവസം ഒമാനിൽ ജബൽ അക്തർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. അവിടെ വെച്ചായിരുന്നു ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലെ അവസാനത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതിനുശേഷം ഇന്ന് തിരിച്ച് ആ ലൊക്കേഷനിലേക്ക് എൻ്റെ കൂട്ടുകാരുമൊത്തൊരു യാത്ര പോവുകയാണ്. അപ്പോൾ ആ യാത്രയുടെ ഭാഗമായിട്ടുണ്ടാവുന്ന ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ യൂട്യൂബ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു 10 കൂട്ടുകാരെത്താണ് പോകുന്നത്. ഞങ്ങൾ മസ്കറ്റിൽ നിന്ന് ജബൽ അക്തറിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 160 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങളിപ്പോ മസ്കറ്റ് എക്സ്പ്രസ് ഹൈവേ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 120 സ്പീഡ് 130 സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വണ്ടിയിൽ സലാമുണ്ട്, കാസർഗോഡാണ്, പിന്നെ ഖലീല്, മുബഷിർ, ചുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്ത മനുഷ്യനാണ്. പണം അങ്ങനെ വാരി അറിയും. ബ്രാൻഡിന്റെ പിന്നാലെ നമ്മളെല്ലാവരുടെ കൂട്ടത്തിലുണ്ടായിരിക്കും ബ്രാൻഡ് മാത്രം നോക്കി നടക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ ഒരു വ്യക്തിയാണ് ചുപ്പി. പണം ഒരു വിഷയമല്ല അദ്ദേഹത്തിന്. ഇതാ നമ്മളെ ഉസ്സൻ വന്നിട്ടുണ്ട്, അപ്പുറത്തെ വണ്ടി വെലിഞ്ഞേറി വന്നിട്ടുണ്ട്. പൈസ കൊടുത്തോ. ഞങ്ങള് ഇപ്പോൾ പോകുന്നത് ജബൽ അക്തറാണ്. നിങ്ങളുടെ ഇത് നമ്മളുടെ നല്ല മൊഞ്ചുണ്ട് ചെക്ക. ആരും ഒരു പെണ്ണുണ്ടെങ്കിൽ പറഞ്ഞു, പെണ്ണ് കിട്ടാതെ കൊറേ കാലായി. നമ്മളെ ചെക്കൻ നസീർ പെട്രോളിന് പൈസ കൊടുത്തില്ലായിരുന്നു. ഇത് അഷ്റഫ് ആടെന്ന് പറഞ്ഞു. നസീർ എത്ര പൈസ തരാം? ഫൈസി കണ്ണപ്പൻ വന്നിരിക്കുന്നു. ഫിസിയോ ആണ്, ആള് ഫിസിയോ ആണ്. കുറച്ചകത്ത് ഇത് തലക്ക് സുഖമില്ല. പിന്നെ മല പിന്നെ കെടുക്കോ സലാം എന്ത് ഈ പറയണത്? ഭയങ്കര ഒരു ലാൻഡ്സ്കേപ്പ് വ്യൂ ഇല്ല ഇവിടെ. ഒരു രക്ഷയില്ലാത്ത ലാൻഡ്സ്കേപ്പ് വ്യൂ ആണ് ഇവിടെ ഉള്ളത്. വിജനമായിട്ടുള്ള സ്ഥലങ്ങളാണ്, ആൾ താമസം കുറവാണ്. എന്നാലും ഒറ്റപ്പെട്ട വീടുകളും ഗ്രാമങ്ങളൊക്കെ നമ്മൾ പോകുന്ന വഴികളിലുണ്ട്. പക്ഷെ ഒരു ട്രാഫിക് ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു കാര്യം. യെസ്, ഓഫ് കോഴ്സ്. പക്ഷെ നമ്മളെ കൂട്ടത്തിൽ വളരെ പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ മുബഷിർ. മുബഷിർ 2 വരി കവിത പഠിക്കോ? അങ്ങാരേ എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ പ്രാണസഖി നന്നായറിയാം ഞാൻ ഈ നാട്ടിലമീറാണെന്ന്. എന്നാലും എന്റേതായൊരു ദൃഹവുമില്ല പ്രിയേ, സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ ഉണ്ടു പ്രിയേ, കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്നാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കറുത്ത മലകൾ. ഫുള്ളും മലകൾക്കിടയിലൂടെ കണ്ടപ്പോ നമ്മളെ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും നമ്മൾ വാഹനത്തിൽ ഇങ്ങനെ ഇരുന്ന് പോകുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഒരു ഫീല് മനസ്സിലാവുന്നത്. ഫുള്ള് മലകള്, ഈത്തപ്പഴത്തോട്ടം. ഇതിപ്പോ മിസാഫ് അൽ ജയില അൽ മിസാഫ് സ്ഥലം. അറിയുന്ന പോലെ തന്നെ നമ്മളെ ഒമാൻ എന്ന് പറയുന്നത് മറ്റുള്ള GCC കൺട്രികളെ അപേക്ഷിച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ഭൂപ്രദേശമാണ്. അവിടെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലം. ബ്രോ, നിന്റെ അഭിപ്രായത്തില് എങ്ങനെ നമ്മളെ ഒമാന് പറഞ്ഞാല് ഏറ്റവും നല്ലൊരു പീസ്ഫുൾ കൺട്രിയാണ്. അയ്യോ, പിന്നെ അതുപോലെ അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ ഉപ്പാപ്പന്റെ അപ്പൊ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ നമ്മള് ഒരു
വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മസ്ജിദ് കാണുന്നുണ്ട്. പഞ്ചയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒമാനെ പറ്റി പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളതാണ്, എനിക്ക് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പണ്ട് വെള്ളത്തിന്റെ അടിയിലായിരുന്നു ഈ രാജ്യമെന്ന് നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടായിരിക്കും. അതിന്റെ എത്രത്തോളം അതെനിക്ക് അറിയില്ല. ഇനിവ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ ഈ മലയിടുക്കുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലൊരു കുളിര് തോന്നാറുണ്ട്. എന്റെ ഫേസിൽ എനിക്കൊരു ഫീൽ വരാറുണ്ട് ഈ മലകൾക്കിടയിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ. ശരിക്കും പണ്ടൊരു കടലിന്റെ അടിയിലുണ്ടായിരുന്ന ഒരു സ്ഥലമല്ലേ അതിൽ കൂടെയുള്ള ഇപ്പൊ നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത്, അങ്ങനെ ഒരു തോന്നൽ എനിക്ക് വരാറുണ്ട്. മറ്റുള്ളവർക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. ഇനിവേ അപ്പൊ നമ്മള് ബർക്കത്തുൽ മൗസിൽ എത്തിയിട്ടുണ്ട്. നമ്മള് മസ്കറ്റിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇനി ഒരു 30 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷനിൽ എത്തും. ഇത് അതിന് മുമ്പുള്ള നമ്മളെ വയനാട്ടിലൊക്കെ ചുരം കയറുന്നതിന് മുമ്പ് നമുക്ക് ഒരു അടിവാരം എന്ന് പറഞ്ഞ ഒരു സ്ഥലമല്ലേ, അതേപോലെ ഈ ജബൽ അക്തർ കയറുന്നതിന് മുമ്പുള്ള ഒരു അടിവാരം എന്ന് പോലെ പറയുന്ന ഒരു സ്ഥലമാണ് ഈ ബർക്കത്തുൽ മൗസ്. മീൻസ് അതൊരു സ്ഥലത്തിന്റെ പേരാണ്. ഇനി നമ്മൾ ഉച്ചക്ക് ഇന്ന് പെരുന്നാൾ ദിവസമാണ്, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. കാരണം രാവിലെ വൈകിട്ടാണ് നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടൽ നോക്കാനുള്ള തർത്തീപിലാണ്. അപ്പൊ നമ്മളെ വണ്ടി ബാക്കിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് ജബൽ അക്തർ മല കയറുന്നതായിരിക്കും. അപ്പൊ അതിന്റെ കാഴ്ചകൾ എന്താ പറയാ, ശരിക്കും ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ അതിലേറെ എക്സൈറ്റഡ് ആണ്. കാരണം 3 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇവിടെ വന്നിരുന്നു. അന്ന് ഉള്ള പോലെ അല്ല ഞാൻ ഇന്നുള്ളത്. നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ശരിക്കും എൻ്റെ തലയിലാന്ന് ഒരുപാട് മുടി ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയ നഷ്ടം. അന്ന് എൻ്റെ തലയിൽ കുറച്ച് അധികം മുടി ഉണ്ടായിരുന്നു. ഇന്ന് എൻ്റെ മുടികളൊക്കെ പോയി ഗൈസ്. പക്ഷേ ഞാൻ വളരെ ഹാപ്പിയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങൾ ദൈനംദിന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം മുടി പോവുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എനിവേ ഞാൻ വളരെ ഹാപ്പിയാണ്. ഒരു 3 വർഷത്തിന് ശേഷം എൻ്റെ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ, എൻ്റെ മാനസികമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. എന്താ പറയുക, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളായിരുന്നു. അങ്ങനെ ബർക്കത്ത് മൗസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. ശരിക്കും വെയിറ്റിംഗ് ഫോർ ദാറ്റ്. നമ്മളെ ആൾക്കാർ ഇതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വിശന്ന് വയറ് കളിയിട്ട് വളരെ ക്ഷീണിച്ചിട്ടാണ് നിൽക്കുന്നത്. ഈ കലീലിൻ്റെ ഒക്കെ മോന്താണ്ടില്ലേ, കഞ്ഞിവെള്ളം കുടിക്കാത്ത മാതിരി. മുബഷിറൊക്കെ കരിവാളിച്ച് സലാമൊക്കെ നിലത്തിരിപ്പായി. നമ്മൾ ഭക്ഷണം കഴിക്കായിരുന്നതാണ്. പക്ഷെ ഹുസൻ എന്തൊക്കെയോ തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഒമാനി അതിൻ്റെ ഒരു ഫുഡാണ്. ചിക്കൻ പൊരിച്ചതും അതിൻ്റെ ഒപ്പം റൈസും പിന്നെ ഒരു സാലഡാണ് അതിൻ്റെ ഒപ്പം ഉള്ളത്. ഇതും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. എല്ലാവരും കഴിക്കാൻ തുടങ്ങി. അതൊരു ചെറിയ നാരങ്ങൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് നാരങ്ങൊക്കെ പിഴിഞ്ഞ് ഓരോ പീസ് കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കണം. അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കട്ടെ. ശരിക്കും ഉണ്ടല്ലോ, നമ്മള് ശരിക്കും ഇതിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീല് മനസ്സിലാവും. വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം അത് നമുക്ക് എക്സ്പ്ലോർ ആക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഇതിലൂടെ നമ്മൾ വാഹനമായിട്ട് ഓടിച്ചു പോകുന്ന സമയത്ത് ആ മലയിടുക്കുകളും അതിനൂടെ ആ വെള്ളമൊലിച്ച് വരുന്ന വഴികളൊക്കെ അല്ലേ, അതൊക്കെ കാണുമ്പോൾ ശരിക്കും മനസ്സിന് നല്ലൊരു ഫീലാണ്. ഒരു പോസിറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിലിരിക്കുന്നവന്മാർക്ക് ഇല്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കാരണം അവരുടെ ഹൃദയം കല്ല് പോലെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാറ്റൊന്നും കണ്ടില്ല. നമ്മുടെ സലാമൊക്കെ ബാക്കിൽ തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഹൈറ്റ്സ് കൂടെ നിസാൻ സണ്ണി വെച്ചിട്ട് പോയിട്ട് പറയുന്നത് അങ്ങനെ നമ്മളെ റൂം എത്താറായി. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള നമ്മളെ ജബൽ അക്തർ ഗ്രാൻഡ് ഹോട്ടൽ. എല്ലാവരും ഒരു ദീർഘയാത്രക്കെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് പുറത്തിറങ്ങി റൂമിൽ കയറിയിരിക്കാനുള്ള പ്ലാനിലാണ്. സലാമൊക്കെ തളർന്ന് വയ്യാതായി. പക്ഷെ നമ്മൾ ബാഗൊക്കെ സെറ്റ് ചെയ്ത് നേരെ നമ്മളെ ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഗൈസ്.
യെസ്, ദിസ് ഈസ് അവർ ലൊക്കേഷൻ. നമ്മളാ കാണുന്ന ലോങ്ങിൽ കാണുന്നില്ലേ, ആ ബിൽഡിങ്ങാണ് നമ്മുടെ ഹോട്ടൽ. അതിൻ്റെ ചുറ്റുപാടത്തുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ഒരു പൊളി സ്ഥലമാണ്. എനിവേ എന്താ പറയുക, അറിയാലോ, ഫുള്ള് മലകൾക്കിടയിലൂടെ കുറേ റോഡുകൾ, ചീറിപ്പായുന്ന 4x4 വാഹനങ്ങൾ, കണ്ണെത്താ ദൂരം വരെ പരന്ന് കിടക്കുന്ന ജബൽ അക്തർ മലനിരകൾ. ശരിക്കും വന്നാസ്വദിക്കുമ്പോഴാണ് ആ ഒരു വൈബ് ശരിക്കും നമുക്ക് മനസ്സിലാവുള്ളൂ. എനിവേ നമ്മൾ നേരെ ബാഗെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് അതിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ്. ശരിക്കും ഈ വൈകുന്നേരത്തുള്ളൊരു എന്താ പറയുക, സൂര്യാസ്തമിക്കാൻ പോകുമ്പോഴുള്ള ഈ കാഴ്ചകളൊക്കെ അല്ലേ, ഒരു നൈസ് ഫീൽ തന്നെയാണ്. അതാ ഉഫ് എൻ്റെ മോനെ, ഇത് ശരിക്കും അവിടെ നിന്നൊരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമാണ് ഇങ്ങോട്ട്. ശരിക്കും മനസ്സിലുണ്ടല്ലോ വേറെ വൈബ് തന്നെ. ആ ലോങ്ങിലാണെന്ന മലകളൊക്കെ കണ്ടില്ലേ, നമ്മൾ അടുത്ത് വന്നിട്ട് നേരിട്ട് കാണുമ്പോൾ ഒരു അന്യായ ഫീലാണ് ഇതിൽ. എന്തെല്ലാം വേറെ ഏതൊക്കെ രാജ്യത്തെത്തിയ മാതിരിയുള്ളൊരു ഫീലാണ് എനിക്ക്. അതൊരു പ്രത്യേകതരം എന്തൊക്കെയോ നിഗൂഢതകൾ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ. കാരണം കുറേ മലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമാതിരി ഉണ്ട കുത്തിയിട്ട് നിൽക്കുന്ന കുറേ മലനിരകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്ന കുറേ 4x4 വാഹനങ്ങൾ, അസ്തമിക്കാൻ നിൽക്കുന്ന സൂര്യൻ, ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന ഞാനും എൻ്റെ കൂട്ടുകാരും. ലോങ്ങിൽ നിന്നൊരു ലാൻഡ് ക്രൂയിസർ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ഫുഡ് എല്ലാം കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാ വധൂരികളും വെള്ളത്തിലാണ്. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പൂളിലേക്ക് ഇറങ്ങി. വാട്ടറിലാണ് കുളി. അങ്ങനെ എല്ലാരും 18 ഡിഗ്രി സെൽഷ്യസില് ചിൽഡ് വാട്ടറിൽ കുളിച്ചിട്ടുള്ളവർ ഈ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്യട്ടോ. അങ്ങനെ നമ്മൾ റൂമിലേക്ക് എത്തി. നമ്മൾ രാത്രി കുറച്ച് റൂമിൽ റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം രണ്ടാമത് നമ്മൾ ബാർബിക്യൊക്കെ സെറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. ബാർബിക്യൂ ഓൾറെഡി മസാല ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ബാർബിക്യൂ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഹോട്ടലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാം.
ഉണ്ടാക്കുന്ന സമയത്ത് മസാല കൂടി എന്നൊക്കെ വേണ്ടി ഫുൾ സീനായിരുന്നു. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എരും കൂടി ഇല്ലാണ്ടായി പോയി. പക്ഷെ വൺ ടേസ്റ്റ് ആണ്. പക്ഷെ തുടങ്ങുമ്പോൾ വെള്ളം കുടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നട്ടപ്പാതിരക്ക് ഞാൻ കണ്ടത് ബാർബിക്യൂ ആയിരുന്നില്ല. യെസ്, ഈ സമയത്ത് ഇങ്ങനെ ഒരു 3 മണി സമയത്ത് തണുത്ത് ഇറങ്ങിച്ചിരിക്കുമ്പോ ബാർബിക്യൂ, ഓ അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അല്ലേ അല്ലേ? നമ്മളങ്ങനെ എന്താ പറയാ ബാർബിക്യൂ ഒക്കെ കഴിച്ച് ഒരു സമയം 3 മണിയൊക്കെ കഴിഞ്ഞാ. അപ്പോൾ ഇവിടെ പൂളുണ്ട്. അപ്പോൾ ഓൾറെഡി നല്ല ചൂടാണ്, അല്ല സോറി നല്ല തണവാണ്. അതിൽ കൂടെ അവന്മാർ പൂളിൽ ഇറങ്ങിയിട്ട് കുളിക്കാനുള്ള പരിപാടിയാണ്. പക്ഷെ എനിക്ക് പൂളിലേക്ക് ഇറങ്ങുന്നില്ല, റിസ്ക് എടുക്കാൻ നമ്മൾ പണ്ടേ തയ്യാറായിരുന്നു. അങ്ങനെ അവന്മാർ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നട്ടപ്പാതിരക്ക് പൂളിൽ ഇറങ്ങിയതാണ്. തണുത്ത് വിറങ്ങലിച്ചിട്ട് കിളി പാറി നിൽക്കുന്ന നമ്മുടെ സലാം. അങ്ങനെ നേരം വെളുത്ത് എണിച്ചപ്പോൾ ഒടുക്കത്തെ വിശപ്പ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഓൾറെഡി ഇവിടെ ഹോട്ടലിൽ ബുക്ക്ഡ് ആയിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. ഞാൻ അത്യാവശ്യം നന്നായി കഴിച്ച്, നല്ല വിശപ്പുണ്ടായിരുന്നു. എല്ലാവരും ഇതുപോലെ തന്നെ ആയിരുന്നു. എല്ലാവരും നന്നായി കഴിച്ച് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഹോട്ടലിലത്തെ. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എല്ലാവരും നൈസായിട്ട് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം ഇങ്ങനെ എൻ്റെ മൈൻഡിലേക്ക് വന്ന് ഞാൻ പറയാണ്. എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ ഇവിടെ മുൻപ് വന്നത് 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പറഞ്ഞിരുന്നില്ലേ. ആ സമയത്ത് ഞാൻ യൂട്യൂബൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഇവിടുത്തെ എൻ്റെ ജോലി കാര്യങ്ങളും തിരക്കുകളൊക്കെ ആയിട്ട് തന്നെ എനിക്കതിൽ ഇൻവോൾവ് ആവാൻ സമയം കിട്ടിയില്ല. പിന്നെ ഒരു 7 മാസം 8 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ട്രാജഡികളൊക്കെ ഉണ്ടായി. അങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ പിന്നത്തെ കമ്പനിയിൽ എനിക്കെല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ ചെയ്തില്ല. പിന്നെന്താ വിചാരിച്ചെങ്കിൽ ഇനിയിപ്പോൾ എന്താ പറയുക, നമ്മൾ ഈവൻ കല്യാണമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബൊക്കെ കാണിച്ച് ഉടായിപ്പ് കച്ചറ ഒരു ഇത് വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ യൂട്യൂബൊക്കെ നിർത്തി വെച്ചിട്ടാണ്. എന്നിട്ടിപ്പോൾ അൽഹംദുലില്ലാ ഇപ്പോൾ എൻ്റെ എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞ്. സത്യം പറഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ, എൻ്റെ ഫിയാൻസിൻ്റെ ഫാമിലിക്ക് എനിക്കിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പോലും അറിയില്ല. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുള്ളൂ എനിക്കിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, അതിൽ ഞാൻ കുറേ അലമ്പ് വീഡിയോസുകൾ ഇട്ടിരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാവത്തുള്ളൂ. എനിവേ അന്ന് കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു ഇങ്ങനെ യൂട്യൂബ് വന്നിട്ട് കളിക്കേണ്ട ഓക്കെ. പക്ഷേ എല്ലാവരും ഒരുപാട് ആൾക്കാർ അന്ന് യൂട്യൂബ് ഫോളോ ചെയ്ത് നടന്നവരൊക്കെ ഇന്ന് വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സായി മാറി. ഞാൻ പിന്നെ അതൊന്ന് അവിടെ ഡ്രോപ്പ് ചെയ്ത കാരണം പിന്നെ നമ്മൾ വീഡിയോസും ചെയ്തില്ല. ചാനലിൽ റീച്ചൊക്കെ പോയി. എനിക്ക് തോന്നുന്നു ഒരു 3.5K സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള സമയത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്ത്. എനിവേ ഒരു ചെറിയൊരു കംബാക്ക് എന്ന പോലെ ഈ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് ഇവിടെ തന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. ഹൈ റേഞ്ച് ഏരിയ അല്ലേ, അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒന്ന് പോയിട്ട് എന്താ പറയുക കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിക്കാനുള്ള പ്ലാനാണ്.